മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചന ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുവാൻ പോകുമ്പോൾ ദൈവ വചനത്തിൽ നിന്ന് ഒരു വചന ഭാഗം ഈ സമയം നമുക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് പട്ടണത്തിൽ സ്ഥാപിതമായ കർത്താവിന്റെ സഭയ്ക്ക് എഴുതിയ തന്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളെ വിളിച്ചത് വിശ്വസ്തനായ ദൈവമാണ്. നമ്മളെ വിളിച്ചത് വിശുദ്ധനായ ദൈവമാണ്. നമ്മളെ വിളിച്ചത് ഓർക്കുവാനും ഓർത്തിരിക്കുവാനും കഴിവും പ്രാപ്തിയുമുള്ള കർത്താവാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. എന്തിനു വേണ്ടിയാണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കാണ് നമ്മളെ വിളിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ അറിഞ്ഞിരിക്കണം. പ്രിയ വാത്സല്യമുള്ള കർത്താവിൽ പ്രിയ മക്കളെ, നമ്മള് ലോകവ്യാപകമായി ചിന്തിച്ചാൽ ഫെലോഷിപ്പ്, കൂട്ടായ്മ എന്ന പേര്, പദം, പദപ്രഖ്യാപനം, പദശേഖര വിളംബരമെല്ലാം ഒട്ടനവധി രംഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു വാക്ക് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിയൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഷെയർ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, റിലേഷൻ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഫെലോഷിപ്പ് എന്ന വാക്കും കമ്മ്യൂണിയൻ എന്ന വാക്കും ഷെയർ എന്ന വാക്കും റിലേഷൻ എന്ന വാക്കും ഏതാണ്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒന്നാണ്. ഈ വാക്കുകളെ എല്ലാം നമ്മൾ ചിന്തിച്ച് നല്ലതുപോലെ വിശദീകരിച്ച് പഠിച്ചാൽ ഒരു ഏകോപനം എന്ന് മാത്രമേ ഇതിന് മലയാളത്തിൽ ഒരു അർത്ഥം കഴിയുവാൻ സാധിക്കത്തുള്ളൂ. ഏകോപനം, പൊരുത്തം, ഒരു യോജിപ്പ് എന്ന് നമുക്ക് ഇതിന് അർത്ഥം കാണുവാൻ സാധിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു 2 വാക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഒരു വാക്ക് ക്വാളിറ്റി എന്ന വാക്കാണ്. ക്വാളിറ്റി എന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം ഗുണനിലവാരമാണ്. അതിനോട് ബന്ധപ്പെട്ട് ക്വാണ്ടിറ്റി എന്നീ ഒരു വാക്കുകൂടെ നമ്മൾ ചിന്തിച്ചാൽ അവിടെ എണ്ണം എന്നുള്ള അല്ലെങ്കിൽ സംഖ്യ എന്നുള്ള രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളുടെ കൂട്ടായ്മ നിലവാരമുള്ളതായിരിക്കണം. രണ്ടാമത് അത് എണ്ണത്തിൽ പെരുകിയതുമായിരിക്കണം. വേദപുസ്തക നിരീക്ഷണത്തിൽ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് ഈ 2 പ്രത്യേകതകളുണ്ട്. ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട്. ഒന്ന് നിലവാരമുള്ളതും രണ്ടാമത് അംഗസംഖ്യയിൽ വർധനമുള്ളതുമാണ്, എണ്ണത്തിൽ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവർ എന്ന് പറയുന്ന ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർക്ക് അവരുടേതായ ഒരു കൂട്ടായ്മയുള്ളത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ കൂട്ടായ്മ നിലവാരത്തോടെ അംഗസംഖ്യയിൽ വളരെ പെരുപ്പമുള്ളതായി ഈ ലോകത്തിൽ അവസാനത്തോളം നിലനിൽക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനെന്ന് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ബൈബിൾ നല്ലതുപോലെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യർക്ക് എഴുതിയ പൗലോസിന്റെ 2-ാം ലേഖനം, 2 കൊരിന്ത്യർക്ക് എഴുതിയ പൗലോസിന്റെ 2-ാം ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ കൂട്ടായ്മ നല്ലതും അഴുക്കുമുണ്ട്, കൊള്ളാവുന്നതും കൊള്ളാത്തതുമായ കൂട്ടായ്മകളുണ്ട്.
ഗുണമുള്ളതും ഗുണമില്ലാത്തതുമായ കൂട്ടായ്മകളുണ്ട്. നിലവാരമുള്ളതും നിലവാരമില്ലാത്തതുമായ കൂട്ടായ്മകളുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ ക്രൈസ്തവരാണ്, ദൈവമക്കളാണ്, ദൈവജനമാണ്, വിശുദ്ധന്മാരാണ്. കർത്താവിന്റെ മണവാട്ടി ആ പേരിന് അർഹമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിത ഗുണനിലവാരം പോകാൻ തക്കവണ്ണമാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ 14 മുതൽ നിങ്ങൾക്ക് അവിശ്വാസികളോട് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത്. ഇവിടെയെല്ലാം ഈ കൂട്ടായ്മ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചേർച്ച, പൊരുത്തം എന്ന് പറയും, യോജിപ്പ്. നിങ്ങൾക്ക് അവിശ്വാസികളോട് ചേർച്ചയില്ലാത്ത പങ്കാളിത്തം ഉണ്ടാകരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തോ ഒരു ചേർച്ച. വീണ്ടും പറയാണ്, വെളിച്ചത്തിന് ഇരുളിനോട് എന്തോ ഒരു കൂട്ടായ്മ. ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്തൊരു പൊരുത്തം. വിശ്വാസിക്കും അവിശ്വാസിക്കും എന്താണ് പൊതുവായിട്ടുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളോട് എന്തു ബന്ധം? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മുടെ കൂട്ടായ്മ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടായ്മ നമ്മൾ വളരെ കരുതണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. മാതാപിതാക്കൾ മക്കളുമായി കൂട്ടായ്മ, മക്കൾ മാതാപിതാക്കളുമായി കൂട്ടായ്മ, ഭരണരംഗത്തിരിക്കുന്നവര് അതുമായി ബന്ധപ്പെടുന്നവരുമായിട്ട് കൂട്ടായ്മ. ലോക സഹജമായി നമ്മൾ നോക്കിയാൽ എവിടെ ഏത് മേഖലകളിലും കൂട്ടായ്മയുണ്ട്. എന്നാൽ കൂട്ടായ്മ നിലവാരമുള്ളതായിരിക്കണം, എണ്ണത്തിൽ പെരുകിയതുമായിരിക്കണം. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വരും ജീവിത നാളുകളിൽ നമ്മുടെ കൂട്ടായ്മ സംശുദ്ധമായി മുന്നോട്ട് പോവാൻ, നമ്മുടെ കൂട്ടായ്മ എണ്ണത്തിൽ പെരുകി മുന്നോട്ട് പോവാൻ ഹല്ലേലൂയ. വാത്സല്യമുള്ള ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ കൂട്ടായ്മ എന്ന വാക്കിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഈ വയറിങ്ങുമായിട്ടുള്ള ബന്ധത്തില് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, ഒരു കെട്ടിടം പണിതാൽ അല്ലെങ്കിൽ ഒരു വീട് പണിതാൽ നമ്മൾ എന്ത് ചെയ്യും? വയർ ചെയ്യും എന്ന് പറയില്ലേ? നമ്മളതിന് പൈപ്പ് ഇട്ട് അതിന്റെ കേബിളുകളെല്ലാം ഇട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈക്കുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഈ വയറിംഗ് നമ്മൾ പറയുമ്പോൾ 2 രീതിയിലുള്ള വയറിംഗ് ഉണ്ട്. ഒന്ന് കൺസീൽഡ് ആണ്, ഒന്ന് ഓപ്പൺ ആണ്. എന്നാൽ നമ്മുടെ കൂട്ടായ്മ ഓപ്പൺ അല്ല, കൺസീൽഡ് ആണ്. കൺസീൽഡ് എന്ന് പറയുമ്പോൾ ഭിത്തി വെട്ടി അകത്തു വെച്ചിട്ട് പ്ലാസ്റ്റർ ചെയ്ത് ഈ വയറിങ് കാണാതിരിക്കുന്ന രീതിയിലാണ്. എന്നാൽ ഓപ്പൺ വയറിങ് എന്ന് പറയുമ്പോൾ അത് പുറമേ കാണാവുന്നതാണ്. നമ്മുടെ കൂട്ടായ്മ എപ്പോഴും ആന്തരിക സംശുദ്ധമായിരിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മ പരമോന്നതമായിരിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മ പരിശുദ്ധമായിരിക്കട്ടെ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലോകത്തിന് കാണാൻ പറ്റിയ രീതിയിൽ അല്ല നമ്മുടെ കൂട്ടായ്മയെങ്കിൽ അതിന് ഒരു പോരായ്മയും ഇല്ല എന്നുകൂടി ഞാൻ ഈ സമയം ഓർപ്പിക്കട്ടെ. ആന്തരിക കൂട്ടായ്മ അത് ദൈവവുമായിട്ടാണ്, ബാഹ്യ കൂട്ടായ്മ അത് മനുഷ്യരുമായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തന്. ആമേൻ. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ധാർമ്മിക മൂല്യമുള്ള, നിലവാരമുള്ള, ഗുണമുള്ള ഒരു കൂട്ടായ്മയിലേക്കാണ്. അത് ആന്തരിക കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് നമ്മൾ ബലം, പ്രാധാന്യം നൽകിക്കൊണ്ട് ബാഹ്യമായ ഓപ്പൺ വയറിംഗിലേക്ക് നമ്മൾ പോവുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലോകം നമ്മളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ്? ആന്തരികമല്ല, ബാഹ്യമായിട്ടാണ്. അവര് നമ്മുടെ അകമൊന്നും നോക്കത്തില്ല, അവര് നമ്മുടെ പുറമേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് പ്രകാരം ഞാൻ പറയട്ടെ, വയറിംഗ് ചെയ്യുമ്പോൾ അത് ഓപ്പണായി ഇട്ടാലും അത് കണ്ടാൽ ഒരു അഴകും വേണം. ചില വയർമാൻമാർ വയറിംഗ് ചെയ്ത് കഴിച്ച് ഈ പൈപ്പ് PVC പൈപ്പിങ്ങനെ വെച്ചിട്ട് അതിനെ ക്ലിപ്പ് ചെയ്യും, അല്ലെ? ക്ലിപ്പ് ചെയ്യുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ചില ക്ലിപ്പിന്റെ ഒരു ആണി ഒഞ്ഞ് ഇരിക്കുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ ഒരു സുഖം തോന്നില്ല. ഈ വയറിംഗുകാരൻ അത്രയൊക്കെ ശ്രദ്ധിക്കുള്ളൂ. എവിടെ ചെയ്താലും എന്തെങ്കിലും പാളിച്ചുകൊണ്ട് ഇവർ ചരട് കെട്ടി വലിച്ചിട്ടാണ് ഭിത്തിയിൽ മാർക്ക് ചെയ്തിട്ടാണ് ഈ പൈപ്പ് വെക്കുന്നത്. എങ്കിലും ആ പൈപ്പിന് എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ വളവും തിരിവുണ്ടാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലോകം എപ്പോഴും നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ വളവ്, നമ്മുടെ തിരിവ്, നമ്മുടെ പോരായ്മയെ നോക്കുന്നുള്ളൂ. ദൈവം നോക്കുന്നത് നമ്മുടെ അകമാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ഒരു കൺസീൽഡ് റിലേഷൻ, കൺസീൽഡ് ഫെലോഷിപ്പ്, കൺസീൽഡ് കമ്മ്യൂണിക്കേഷൻ
ദൈവമായിട്ട് ഉണ്ടെങ്കിൽ ഈ ലോകപ്രകാരം ആരോ എന്തു പറഞ്ഞാലും അതിന് ഒരു പ്രസക്തിയുമില്ല. എപ്പോഴും നമ്മുടെ അകം നന്നായിരിക്കട്ടെ, എപ്പോഴും നമ്മുടെ ഉള്ളു നന്നായിരിക്കട്ടെ, എപ്പോഴും നമ്മുടെ ആന്തരികമായ അവയവം നന്നായിരിക്കട്ടെ. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 42-ാം വാക്യം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവന്റെ വചനം സ്വീകരിച്ചവർ സ്നാനമേറ്റു എന്ന് 41-ാം വാക്യത്തിൽ വായിക്കുന്നു. അന്ന് ഏകദേശം 3000 ആളുകൾ അവരോട് ചേർന്നു. 42-ലേക്ക് വരുമ്പോൾ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിനും കൂട്ടായ്മയ്ക്കും അപ്പം നുറുക്കലിനും പ്രാർത്ഥനയ്ക്കും തങ്ങളെ തന്നെ സമർപ്പിച്ചു പോന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ആ സമർപ്പണം എന്ന് പറയുന്നത് ഒരു ഫെലോഷിപ്പാണ്. നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തില് നമ്മളെപ്പോഴും ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ അവിടെ ദൈവവും നാമും തമ്മില് നല്ലൊരു കൂട്ടായ്മ ഉണ്ടാകുമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് നിങ്ങൾ ബൈബിൾ നോക്കിയാണ്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മയെ ആചരിച്ചു. അവിടെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു ബന്ധം, ഒരു കൂടിക്കലാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. വേദപുസ്തകം തന്നെ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടായ്മയാണ്. ഈ ഭൂമിയിൽ കർത്താവ് തന്റെ സഭയെ സ്ഥാപിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു നല്ല കൂട്ടായ്മയാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു കാരണവശാലും നമ്മുടെ നല്ല കൂട്ടായ്മയ്ക്ക് ഒരുവിധമായ കോട്ടവും വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. 94-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, 94-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. 94-ന്റെ 20: നിയമത്തിനെതിരായി കഷ്ടത നിർമ്മിക്കുന്ന ദുഷ്ടസിംഹാസനത്തിന് നിന്നോട് സഖ്യത, നിന്നോട് സംസർഗം, നിന്നോട് ചേർച്ച, നിന്നോട് കൂട്ടായ്മ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളുടെ കൂട്ടായ്മ എപ്പോഴും നല്ലതുമായിട്ടായിരിക്കണം കേട്ടോ. ആ വാക്യം പറയുന്നത് ദുഷ്ടസിംഹാസനം നമുക്ക് പൊരുത്തമല്ല, ദുഷ്ടഭരണകൂടം നമുക്ക് പൊരുത്തമല്ല, ദുഷ്ടഭരണാധികാരി നമുക്ക് പൊരുത്തമല്ല, ദുഷ്ട സുഹൃത്തുക്കള് നമുക്ക് പൊരുത്തമല്ല, ദുഷ്ട ബന്ധങ്ങള് നമുക്ക് പൊരുത്തമല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കൺസീൽഡ് റിലേഷൻ ആണെങ്കിൽ അത് ദൈവവും നാമും തമ്മിലാണ്, ആരും കാണുന്നില്ല. എന്നാൽ ഓപ്പൺ റിലേഷൻ ആണെങ്കിൽ ആ ഓപ്പൺ റിലേഷനിൽ നമുക്ക് ഒരു ദുഷ്ട ബന്ധമുണ്ടായാൽ ലോകം മുഴുവനും അത് കണ്ട് നമ്മെ പരിഹസിക്കാൻ ഇടവരും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ലോകപ്രകാരം നമ്മൾ ബന്ധപ്പെട്ടാൽ പോലും മറ്റുള്ളവര് നമ്മളെ പുച്ഛിക്കുവാൻ, അപമാനിക്കുവാൻ, തരം താഴ്ത്തുവാൻ, പരിഹസിക്കുവാൻ, നമ്മളെ ആക്ഷേപിക്കുവാൻ തക്കമുള്ള ഒരു സമ്പർക്കം, ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ലോകപ്രകാരവും ഉണ്ടാകാതെ നമ്മൾ മുന്നോട്ട് പോകണം. ആന്തരിക ബന്ധം കർത്താവുമായിട്ടായതുകൊണ്ട് അത് ലോകം കാണുന്നില്ല, അത് കൺസീൽഡ് റിലേഷനാണ്. എന്നാൽ ഓപ്പൺ റിലേഷനിൽ ലോകം മുഴുവൻ സാക്ഷികളായിരിക്കും. ആ സാക്ഷികളുടെ മുന്നിൽ നമ്മുടെ ജീവിതം സംശുദ്ധമായിരിക്കണമെന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പ്രകാരം നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതിനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കമ്മ്യൂണിയൻ എന്നൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കമ്മ്യൂണിയൻ എന്ന വാക്കിന് ഹൃദയംഗമായ ആശയാവിഷ്കരണം, നമ്മുടെ ഹൃദയംഗമായ ആശയ ആവിഷ്കരണം. എപ്പോഴും നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് ഹൃദയംഗമായ ഒരു ആശയ ആവിഷ്കരണം ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ അതരം കൊണ്ടോ നമ്മുടെ മൗത്ത് കൊണ്ടുള്ള ഒരു ആശയ ആവിഷ്കരണമായിരിക്കരുത്. ഹൃദയസ്പർശമായ ഒരു ആശയ ആവിഷ്കരണം, അത് സംശുദ്ധമായ അവസ്ഥയുടെ അനന്തര തെളിവായിട്ട് ദൈവം അംഗീകരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തില് നമ്മുടെ ആശയവിനിമയം എപ്പോഴും ഹൃദയം കൊണ്ടായിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഹൃദയം കൊണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മള് അതരം കൊണ്ട്, വായ് കൊണ്ട് ഒരു വാക്ക് ഒരാളോട് പറയുമ്പോൾ ആ വാക്കിന്റെ
നല്ലതും തീയതുമായ ആ തിരിച്ചുള്ള പൊരുള് അറിയാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയുള്ളതെന്നാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയം എപ്പോഴും നല്ല സംശുദ്ധമായ അവസ്ഥയിലാണെങ്കിൽ നമ്മളെ ആ കമ്മ്യൂണിയൻ നന്നായിരിക്കുമെന്ന്, കമ്മ്യൂണിക്കേഷൻ, ആശയാവിഷ്കരണം നന്നായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിയാൽ പിന്നീട് അവിടെ പങ്കാളിത്തം, പാർട്ട് എന്നൊരു വാക്കുണ്ട്. അതിന് ഹൃദയത്തിന്റെ ഓഹരി എന്നാണ് അർത്ഥം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിന്റെ ഓഹരി, ഹൃദയത്തിന്റെ പാർട്ട് എപ്പോഴും നല്ലത് തന്നെയായിരിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. വീണ്ടും അതിനെ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഹൃദയത്തിന്റെ ഒരു കരാർ എന്ന് അർത്ഥം വരുന്ന ഒരു എഗ്രിമെന്റ് എന്നൊരു വാക്കിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നു. ഹൃദയവുമായിട്ടാണ് എപ്പോഴും ദൈവം കരാർ ചെയ്യുന്നത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പുറമേ അല്ല ദൈവം ഒരു മനുഷ്യനുമായി കരാർ ചെയ്യുന്നത്, അത് ഹൃദയ സംബന്ധമായിരിക്കുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 കൊരിന്ത്യർ 3:16-17 നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുകയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് പഴയ നിയമത്തിലെ ദൈവം പറഞ്ഞത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നാം ദൈവത്തിന്റെ മന്ദിരമായിരിക്കാൻ, ദൈവത്തിന്റെ പാർപ്പിടമായിരിക്കാൻ, ദൈവത്തിന്റെ ഭവനമായിരിക്കാൻ, ദൈവത്തിന്റെ വാസസങ്കേതമായിരിക്കാൻ നമ്മളെപ്പോഴും എങ്ങനെയായിരിക്കണം? സംശുദ്ധമായിരിക്കട്ടെ, നമ്മളെപ്പോഴും വിശുദ്ധമായിരിക്കട്ടെ, നമ്മളെപ്പോഴും കരയില്ലാതായിരിക്കട്ടെ, നമ്മളെപ്പോഴും മാലിന്യമില്ലാത്തതായിരിക്കട്ടെ, നമ്മളെപ്പോഴും ദോഷമില്ലാതായിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധരെങ്കിൽ, നമ്മൾ നിർമ്മലരെങ്കിൽ, നമ്മൾ പാപരഹിതരെങ്കിൽ, നമ്മൾ മാലിന്യരഹിതരെങ്കിൽ, നമ്മൾ ഒരു ദോഷത്തിലും പങ്കുകാരാകാതെ അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുന്നവരെങ്കിൽ നമ്മൾ ദൈവത്തിന്റേതാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, എപ്പോഴും ദൈവം നോക്കുന്നത് നമ്മുടെ കൺസീൽഡ് റിലേഷൻ, ആന്തരികമായി പുറമെ കാണാൻ കഴിയാത്ത ബന്ധത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ബന്ധത്തിന് തക്കവണ്ണമാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്, നന്മകൾ തരുന്നത്, സമ്മാനങ്ങൾ തരുന്നത്, പ്രതിഫലങ്ങൾ തരുന്നത്, പാരിതോഷികങ്ങൾ തരുന്നത്, റിവാർഡ്സ് തരുന്നത്. ആമേൻ. അതുകൊണ്ട് ഹൃദയം നമ്മളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ, മനസ്സ് നമ്മളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ, മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കാതിരിക്കട്ടെ. ആന്തരികമായ ഒരു ബന്ധം നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മ അങ്ങനെയായിരിക്കണം. നമ്മൾ ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചാൽ, ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിച്ചാൽ അവിടെ ഒരു കൂട്ടായ്മയെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: എനിക്ക് ലഭിച്ച കൃപ തിരിച്ചറിഞ്ഞ് തൂണുകളായി അറിയപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും പരിച്ഛേദനക്കാരിടയിലും ഞങ്ങൾ ജാതികളുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കോണം എനിക്കും ബർണ്ണബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, റൈറ്റ് ഹാൻഡ് ഓഫ് ഫെലോഷിപ്പ്, വലത് കൈയുടെ കൂട്ടായ്മ. അപ്പൊ എന്താണെന്ന് അറിയാമോ? വീട് കിടക്കുന്ന ഒരുവനെ അവിടുന്ന് എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഫെലോഷിപ്പ് ഓഫ് റൈറ്റ് ഹാൻഡ്, അല്ലെ? നമ്മൾ വലത് കൈയുടെ കൂട്ടായ്മയാണ് കൊടുക്കേണ്ടത്. ഒരു കാരണവശാലും ഇടത് കൈക്ക് ഒരു കൂട്ടായ്മ കൊടുക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ കൈ വലത് വശമില്ലാതെ പോയാൽ പിന്നെ എന്നായിരുന്നു അറിയത്തില്ല, അല്ലെ? പ്രിയ വാത്സല്യമുള്ള ദൈവമക്കള്, എപ്പോഴും വലത് കൈയുടെ ഒരു കൂട്ടായ്മ,
നമുക്ക് ഒരു മനുഷ്യനെ താങ്ങുവാൻ, ഒരു മനുഷ്യനെ സഹായിക്കാൻ, ഒരു മനുഷ്യനെ തലോടുവാൻ, ഒരു മനുഷ്യനെ സാന്ത്വനപ്പെടുത്തുവാൻ നമ്മുടെ വലതു കൈയുടെ കൂട്ടായ്മ എപ്പോഴും ഉപകരിക്കപ്പെടട്ടെ. അത് എത്രയോ മനോഹരമാണ്, ശ്രേഷ്ഠകരമാണ്. അത് മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കെദോനിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യങ്ങളിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഫെലോഷിപ്പ് ഓഫ് അക്കൗണ്ട്സ്. അതൊരു കണക്കിന്റെ കൂട്ടായ്മയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഏതെല്ലാം രീതിയിലും ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് വ്യാപരിക്കുന്ന കൂട്ടായ്മകളാണ് കാണുന്നത്. വലതുകൈയുടെ കൂട്ടായ്മയുണ്ട്, അത് തന്നെയല്ല കണക്കിന്റെ ഒരു കൂട്ടായ്മ അവിടെ പറഞ്ഞിട്ടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തില് വേറൊരു കൂട്ടായ്മയെ കുറിച്ച് പറയാണ്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതെയും അവർ സ്വമേധിയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷിയാണ്. സെൽഫ് ഗിവിംഗ് ഫെലോഷിപ്പ് ആണ്, സ്വയമായിട്ട് കൊടുക്കുന്ന ഒരു കൂട്ടായ്മ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിത ഭാഗമായും ദൈവത്തിന് മറ്റൊരാളുടെ നിർബന്ധത്താലോ ആ വ്യക്തിയുടെ പ്രതിരോധത്താലോ അല്ല, നമ്മൾ സ്വയം കൂട്ടായ്മയ്ക്കായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 5-ാം വാക്യത്തിൽ അത് ഞങ്ങളും വിചാരിച്ചതുപോലെയല്ല, അവർ മുമ്പ് തങ്ങളെ തന്നെ കർത്താവിനും പിന്നീട് ദൈവ ഇഷ്ടത്തിനൊത്തവണ്ണം തങ്ങൾക്കും ഏൽപ്പിച്ചു കൊടുത്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. വില്ലിംഗ് ഫെലോഷിപ്പാണ് പ്രിയ ദൈവമക്കളെ, ഇച്ഛയുടെ ആഗ്രഹത്തിന്റെ ഒരു കൂട്ടായ്മ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹത്തിനുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ആ കൂട്ടായ്മയാണ് കർത്താവായ യേശുവിന്റെ കാൽവരി യാഗത്തിലൂടെ അവൻ നമുക്ക് വേണ്ടി ചെയ്തത്. അത് മാത്രമല്ല, ഒരു ഡെഡിക്കേറ്റഡ് ഫെലോഷിപ്പോടുകൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. സമർപ്പണത്തിന്റെ കൂട്ടായ്മ. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും നല്ല ഒന്നായി തീരുവാൻ പരിശുദ്ധ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബൈബിളിൽ എബ്രായ ലേഖനത്തിന് തൊട്ടു മുൻപ് ഒരു ചെറിയ ലേഖനമുണ്ട്. ഒറ്റ അധ്യായം മാത്രമേ ഉള്ളൂ. ഫിലേമോന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ആ ലേഖനമാണ്. അതിന്റെ 18-ാം വാക്യത്തിൽ ഏതെങ്കിലും രീതിയിൽ അവൻ നിന്നോട് തെറ്റ് ചെയ്യുകയോ കടപ്പെട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കൈയാൽ എഴുതിയിരിക്കുന്നു, ഞാൻ അത് തന്നു തീർക്കും. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം എങ്ങനെയുള്ള കൂട്ടായ്മകളാണ് വേദപുസ്തക പ്രകാരം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഈ ഫിലേമോൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ധനാഢ്യനായ മനുഷ്യന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഒരു സഹായകനായിട്ട് നിന്നതാണ്. അതിനുശേഷം ഒരു ദിവസം ആ വീട്ടിൽ നിന്ന് ഒരു ചെറിയ വസ്തു മോഷ്ടിച്ചുകൊണ്ട് ഇദ്ദേഹം പോയി. നമ്മളെല്ലാം നാട്ടിൽ കേൾക്കുകയും കാണുകയും ചെയ്യാറുള്ളതാണ്. ഇപ്പൊ വലിയ ധനാഢ്യനായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു സഹായിയായിട്ട് നിന്ന് ഒരു ദിവസം ഒരു ചെറിയ വസ്തു മോഷ്ടിച്ചുകൊണ്ട് പോയി. മോഷ്ടിച്ചു കൊണ്ടുപോയ ആ വ്യക്തി പൗലോസിനാൽ വിശ്വാസത്തിലേക്ക് വന്നു. പൗലോസിനാൽ വിശ്വാസത്തിലേക്ക് വന്നു. ഈ ധനാഢ്യനായ മനുഷ്യനും പൗലോസിനും യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞ ആത്മീയ പശ്ചാത്തലത്തിലേക്ക് വന്ന മനുഷ്യനാണ്. ഇപ്പൊ രണ്ടുപേരുമായിട്ട് പൗലോസിന് ബന്ധമുണ്ട്. അപ്പം വീട്ടിൽ വിശ്വസ്തനായി നിന്ന ഒരു കാര്യവിചാരകൻ അവിശ്വസ്തത കാണിച്ച് മോഷണ അവസ്ഥയിലേക്ക് പോയി. ഭയങ്കര ശത്രുതയും ബന്ധത്തിനും വലിയ വിള്ളലും അകലവും ഉണ്ടായി. ഇവരെ തമ്മിലൊന്ന് അടുപ്പിക്കണമല്ലോ, ഇവരെ തമ്മിലൊന്ന് ചേർക്കണമല്ലോ, വൈരാഗ്യ വിദ്വേഷ വെറുപ്പുകളെല്ലാം മാറ്റണമല്ലോ. അതിനുവേണ്ടി പൗലോസ് എഴുതുന്ന ഒരു പേഴ്സണൽ ലെറ്ററാണ് ഈ ഫിലേമോന് എഴുതുന്ന ലേഖനം. ഈ ഫിലേമോൻ എന്ന ധനാഢ്യനായ മനുഷ്യന്റെ വീട്ടിലാണ് ആരിൽ നിന്ന് ഒനേസിമോസ് എന്ന് പറയുന്ന ഒരാൾ നിന്ന്. ആ മനുഷ്യനാണ് അവിടെ നിന്ന് ഒരു ചെറിയ വസ്തുവും കൊണ്ട് മോഷണത്തിൽ പോയി. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം, പൗലോസുമായിട്ടുള്ള ബന്ധം എല്ലാം ആടി ഉടഞ്ഞു പോയപ്പോൾ ഈ ബന്ധം പരിഹരിക്കാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ ഒരു ലേഖനം എഴുതി ഈ ധനാഢ്യ മനുഷ്യന് കൊടുത്തിട്ട് ആ ലേഖനത്തിൽ പറയുന്ന വാക്ക് ഹൃദയസ്പർശിയാണ്. അവൻ നിന്നോട് എന്തെങ്കിലും അനീതിയോ അന്യായമോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പേരിൽ നീ കണക്കിട്ടുകൊള്ളുക, മുതലും പലിശയും കൂട്ടി ഞാൻ തരാം. പ്രിയ ദൈവമക്കളെ,
തന്റെ ആത്മീയ പിതാവ് തന്നോട് ഇങ്ങനെ പറയുമ്പോൾ, തന്റെ ഒരു ആത്മീയ മകന് വേണ്ടി ഈ ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ, തന്റെ ആത്മീയ പിതാവിന്റെ ഈ റിക്വസ്റ്റ് എങ്ങനെ അദ്ദേഹത്തിന് നിരസിക്കുവാൻ കഴിയും? അപ്പോൾ ഇവനെ ചേർക്കണം, ഇവനെ സ്വീകരിക്കണം, ഇവനോടുള്ള എല്ലാ മാനസിക വെറുപ്പും വിദ്വേഷങ്ങളും പകയും മാറിപ്പോണം. അതിനുവേണ്ടി പൗലോസ് അപ്പോസ്തലൻ എഴുതി അയച്ച ഒരു ലേഖനമാണ് ഫിലോമോൻ എഴുതിയ ലേഖനം. അതുകൊണ്ടാണ് അതൊരു പേഴ്സണൽ ലെറ്ററായി ചെറിയ ഒരു അധ്യായത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നത്. പലപ്പോഴും ഞാൻ വായിച്ചിട്ട് പലപ്പോഴും എന്റെ ഹൃദയം നിറഞ്ഞ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ അവൻ നിന്നോട് തെറ്റ് ചെയ്യുകയോ കടപ്പെട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, അത് എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. അല്ലെ, പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യാൽ എഴുതിയിരിക്കുന്നു, അത് തന്നു തീർക്കാം. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയേണ്ടതല്ലോ. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഈ മുതലാളിയായ യജമാനായ മനുഷ്യന് പോലും എല്ലാം പൗലോസിന് കൊടുക്കേണ്ടതുള്ളത്. കാരണം പൗലോസിന് അത്രയും കടപ്പാടുണ്ട്. പ്രിയ വാത്സല്യമുള്ള ദൈവമകളെ, ഇതാണ് നമ്മൾ സാധാരണ ഒരു സ്പോൺസർ കത്ത് എഴുതുവാനൊക്കെ ലോകത്തില് പ്രചോദമായി തീർന്നതെന്നാണ് പലരും അവകാശപ്പെടുന്നത്. അപ്പം അവനെ ഒന്ന് സഹായിക്കണം, അവനതൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞ് വലിയവനായ ഒരു മനുഷ്യൻ ഒരു കത്ത് എഴുതി, ഒരു ശുപാർശ കത്ത്, അതൊക്കെ ആയിരിക്കും ചിലപ്പം മന്ത്രിമാരുടെ അടുക്കൽ പോയി മേടിച്ചോണ്ട് വരുന്നല്ലേ ശുപാർശ കത്തെന്നൊക്കെ പറഞ്ഞു. എന്തുമായിക്കോട്ടെ, പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബന്ധം വലുതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് ബന്ധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് കർത്താവിനെ നാം പ്രവർത്തിക്കട്ടെ. പലവിധമായ കൂട്ടായ്മയുണ്ട്. വലുതുകയുടെ കൂട്ടായ്മയുണ്ട്, സമർപ്പണത്തിന്റെ കൂട്ടായ്മയുണ്ട്, കൊടുക്കുന്ന കൂട്ടായ്മയുണ്ട്, സ്നേഹത്തിന്റെ കൂട്ടായ്മയുണ്ട്, കരുതലിന്റെ കൂട്ടായ്മയുണ്ട്, താങ്ങുന്ന കൂട്ടായ്മയുണ്ട്, എഴുന്നേൽപ്പിക്കുന്ന കൂട്ടായ്മയുണ്ട്, കരം പിടിച്ചു നടത്തുന്ന കൂട്ടായ്മയുണ്ട്, അവസാനം സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്ന കൂട്ടായ്മയും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതെ ആയിരിക്കണം. കാരണം കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകുന്ന ഒരു കൂട്ടായ്മയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ 2 Corinthians പറയുന്ന പോലെ ഫെലോഷിപ്പ് ഓഫ് ഡെഡിക്കേഷൻ, അത് സമർപ്പണത്തിന്റെ കൂട്ടായ്മയായി നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകട്ടെ. നമ്മളെ ദൈവത്തിന് കൊടുക്കുക. വീണ്ടും നിങ്ങൾ മറക്കരുത്, കൺസീൽഡ് ആൻഡ് ഓപ്പൺ. ഒന്ന് ആന്തരികവും ഒന്ന് ബാഹ്യമാണ്. ഓപ്പൺ വയർ ചെയ്തത് നമുക്ക് ചുവരിൽ നോക്കിയാൽ കാണാം. നിങ്ങൾ താഴെ ഇറങ്ങി വന്നാൽ ഓപ്പൺ വയറിംഗ് ആണ് അതേ കാണുവാൻ സാധിക്കുന്നത്. ഇത് ഓപ്പൺ ആയിരുന്നു, പക്ഷെ ഇതെല്ലാം വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല. കൂടുതലും ആൾക്കാർ ഇന്നത്തെ കാലത്ത് കൺസീൽഡ് ആണ് ചെയ്യുന്നത്, ആരും കാണാത്ത രീതിയിൽ. പക്ഷെ ഇതിനകത്തൊരു വ്യത്യാസമുള്ളത്, ഓപ്പൺ ആണെങ്കിൽ കംപ്ലൈന്റ് പെട്ടെന്ന് പരിഹരിക്കാം. ഓപ്പൺ ആണെങ്കിൽ കംപ്ലൈന്റ് പെട്ടെന്ന് പരിഹരിക്കാം. അത് പബ്ലിക്കിലാണ്. എന്നാൽ രഹസ്യമായിട്ടുള്ളത് പരിഹരിക്കാൻ പ്രയാസമാണ്. അത് ഡിവൈനാണ്, ദൈവികമാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഹൃദയം എപ്പോഴും, നമ്മുടെ മനസ്സെപ്പോഴും, നമ്മുടെ മനസാക്ഷി എപ്പോഴും സംശുദ്ധമായി മുന്നോട്ട് പോയാൽ ഈ ലോകത്തിൽ കണ്ടു നിൽക്കുന്നവര് എന്തു പറഞ്ഞാലും ഒരു കുറവും നമുക്കുണ്ടാകും. കാരണം പുറമേ ഉള്ളത് മനുഷ്യർ കാണുന്നു, ദൈവം അകമേ ഉള്ളത് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ഓപ്പൺ കാഴ്ചയ്ക്ക് വേണ്ടിയല്ല, സീനറിക്ക് വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. പിന്നെയോ ഒരു കൺസീൽഡ് ഇന്നർ സീനറിക്ക് വേണ്ടിയാണ് ദൈവം വിളിച്ചത്. നമ്മുടെ അകം എപ്പോഴും ദൈവസന്നിധി സംശുദ്ധമായി മുന്നോട്ട് പോയി ആ അകവുമായി ഒരു കാഴ്ച സമ്പർക്കത്തിലൂടെ ഒരു ഇന്നർ കമ്മ്യൂണിക്കേഷൻ, ഒരു ഇന്നർ കമ്മ്യൂണിയൻ, ഒരു ആന്തരിക ബന്ധവും ആന്തരിക കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമുക്കൊരു ആന്തരിക ഇന്നർ കൺസീൽഡ് ഫെലോഷിപ്പ് ഉണ്ടായിരിക്കട്ടെ. ആ കൂട്ടായ്മ നമുക്ക് ശാശ്വതമായ ഒരു അവസ്ഥയിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം.